ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ സദയം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെൽ ഐക്കൺ അമർത്തുക. ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സദയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 2024 മെയ് 12 ഞായറാഴ്ച മുതൽ 18 ശനിയാഴ്ച വരെയുള്ള ഒരാഴ്ചക്കാലം സൂര്യൻ മെയ് 14 വരെ മേടൻ രാശിയിലും തുടർന്ന് ഇടവം രാശിയിലുമായി കാർത്തിക ഞാറ്റുവേലയിലും ചന്ദ്രൻ ശുക്ലപക്ഷ പഞ്ചമി മുതൽ ശുക്ലപക്ഷ ഏകാദശി വരെ തിരുവാതിര മുതൽ ഉത്രം വരെയുള്ള നാളുകളിലും സഞ്ചരിക്കുന്നു. ചൊവ്വ മീനൻ രാശിയിൽ ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങളിലും ശുക്രൻ മേടൻ രാശിയിൽ ഭരണി കാർത്തിക നക്ഷത്രങ്ങളിലും ബുധൻ മേടത്തിൽ അശ്വതി നക്ഷത്രത്തിലും ശനി കുംഭൻ രാശിയിൽ പൂരുരുട്ടാതിയിലും രാഹു മീനത്തിൽ രേവതിയിലും കേതു കന്നിയിൽ അത്തം നക്ഷത്രത്തിലും വ്യാഴം ഇടവൻ രാശിയിൽ കാർത്തിക നക്ഷത്രത്തിൽ മൗഢ്യത്തിലും സഞ്ചരിക്കുന്നു. ഗ്രഹങ്ങളുടെ ഈ ഭാവപ്പകർച്ചകളുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള നാളുകളിൽ ജനിച്ചവരുടെ ഈ ആഴ്ചത്തെ സമ്പൂർണ്ണ ഫലം ഇവിടെ വിലയിരുത്തുന്നു. ഈ വാരം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആദിത്യൻ ജന്മരാശിയിൽ നിന്നും ഇടവൻ രാശിയിലേക്ക് മാറുന്നതുകൊണ്ട് മനപ്രയാസം അകലും, അലച്ചിൽ കുറയും, പല രംഗങ്ങളിലും ഒരു ഉണർവ് അനുഭവപ്പെടും. ബുധൻ അശ്വതി നക്ഷത്രത്തിൽ തന്നെ സഞ്ചരിക്കുന്നതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകും, പരീക്ഷയിൽ ഉന്നത വിജയം നേടാനാകും. എന്നു മാത്രമല്ല, അഭിനന്ദനങ്ങൾ കൂടി ഏറ്റുവാങ്ങാൻ കഴിയുന്നതാണ്. വാരം ആദ്യം മുതൽ തന്നെ നവോന്മേഷം അനുഭവപ്പെടും, കർമ്മരംഗത്ത് ശോഭിക്കാൻ കഴിയും, നിർദ്ദേശങ്ങൾക്ക് സ്വീകാര്യത ഉണ്ടാകും. വ്യാഴവും ശുക്രനും അനുകൂല ഭാവത്തിലാണെങ്കിലും മൗഢ്യത്തിലായതിനാൽ പ്രതീക്ഷിച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ സമയം എടുക്കും. അഥവാ നേട്ടമുണ്ടായാലും അതിന് തിളക്കം കുറവായിരിക്കും. സ്ത്രീ സുഹൃത്തുക്കളുടെ സഹായവും പിന്തുണയും ലഭിക്കും. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ പ്രവർത്തന മികവിൻ്റെ കാലമാണ്. ആത്മാർത്ഥതയ്ക്ക് അംഗീകാരവും ആദരവും ലഭിക്കും. സ്വന്തം പരിശ്രമത്തിൽ അഭിമാനിക്കാനാവുന്നതാണ്. പഴയ ബന്ധങ്ങൾ പുതുക്കാൻ അവസരം ലഭിക്കും. നക്ഷത്രനാഥനായ ശുക്രൻ മൗഢ്യത്തിൽ ആയതിനാൽ സ്ത്രീ സുഖവും ഭോഗാനുഭവങ്ങളും കുറയും. പ്രണയികൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായേക്കാം. കച്ചവടക്കാർക്ക് ഉപഭോക്താക്കളുടെ പ്രീതി കുറയുന്നതായി തോന്നും. ആഡംബര വസ്തുക്കൾക്ക് വേണ്ടി പണം ചെലവഴിക്കും. കലാരംഗത്തുള്ളവർക്ക് അവസരം കുറഞ്ഞേക്കാം. സാമ്പത്തിക അച്ചടക്കം പാലിക്കാൻ കഴിയാതെ വരും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് തെളിയിക്കാനാകും. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 3 ഗ്രഹങ്ങൾ, അതായത് വ്യാഴവും ശുക്രനും ആദിത്യനും കാർത്തിക നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് പലവിധ സമ്മർദ്ദങ്ങളെയും നേരിടേണ്ടതായി വരും. തീരുമാനങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടും. ജൂൺ 4 വരെ ശുഭകാര്യങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. സാമ്പത്തികമായി തരക്കേടില്ലാത്ത വാരമാണ്. ബിസിനസ്സിൽ ചെറിയ പുരോഗതി ദൃശ്യമാകും. ഇടവക്കൂറുകാർക്ക് കാര്യസാധ്യം എളുപ്പമാകും. മുമ്പ് പല കാര്യങ്ങളിലും സഹകരിക്കാതെ മാറി നിന്നവർ സഹായികളായേക്കും. ഗൂഢലക്ഷ്യങ്ങൾ സാധ്യമാകുന്നതാണ്. കുടുംബകാര്യങ്ങളിൽ ഒരു ഉദാസീനത അനുഭവപ്പെടും. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സർക്കാരിൽ നിന്നുള്ള അനുമതികൾ ലഭിക്കാൻ കാലതാമസം നേരിടും. അധികാര സ്ഥാനത്തിരിക്കുന്നവരിൽ നിന്ന് ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അല്പം നിരാശപ്പെടേണ്ടി വരും. എന്നാൽ സമൂഹം വേണ്ടത്ര ബഹുമാന്യത കൽപ്പിക്കാത്തവരുടെ പിന്തുണ ലഭിക്കും. ധനാഗമം ഉണ്ടാകും. പ്രവൃത്തികൾക്ക് സ്വാഭാവികമായ വേഗം കുറയുന്നതായി തോന്നും. യാത്രകൾ ക്ലേശകരമാകും. സഹോദര ഗുണം പ്രതീക്ഷിക്കാം. സഹോദരന്മാരുമായുള്ള ആശയവിനിമയം ഗുണം ചെയ്യും. തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങൾക്ക് മെച്ചം ഉണ്ടാകും. മനക്ലേശം ലഘൂകരിക്കും. സുഹൃത്തുക്കളുമായി ഒത്തുചേരാൻ കഴിയും. മകയിരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വാരം ആദ്യം മുതൽ തന്നെ സന്തോഷിക്കാനുള്ള അനുഭവം സംജാതമാകും.
സന്താനങ്ങളുടെ ഭാവി പഠനം സംബന്ധിച്ച് ശ്രദ്ധേയമായ തീരുമാനം കൈക്കൊള്ളും. സ്വതസിദ്ധമായ കഴിവുകളിൽ ശോഭിക്കാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടാകും. പിതൃസ്വത്ത് സംബന്ധിച്ച് തർക്കങ്ങൾക്ക് പ്രായോഗികമായ പരിഹാരം ലഭിക്കും. കെട്ടിട നിർമ്മാണത്തിലെ മന്ദഗതിക്ക് മാറ്റം ഉണ്ടാകും. പൊതുപ്രവർത്തകർക്ക് അധിക്ഷേപങ്ങളെ നേരിടേണ്ടി വന്നേക്കാം. ചിലർക്ക് വീടോ നാടോ വിട്ടുനിൽക്കേണ്ട സാഹചര്യം വന്നുചേരാം. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമാകും. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പല കാര്യങ്ങളിലും അനാവശ്യ വാക്കുതർക്കങ്ങൾ ഉണ്ടാകും. ആത്മസംയമനം പാലിക്കാൻ കഴിയാതെ വരും. സാമ്പത്തിക ഭദ്രത ആശ്വാസകരമാകും. പല വഴിക്ക് ചെലവുകളും വന്നുചേരും. സന്താനങ്ങളുടെ തുടർ പഠനത്തിനായുള്ള ആവശ്യങ്ങൾ ആശങ്കയുണർത്താം. വീട്ടുകാര്യങ്ങളിൽ ശ്രദ്ധ കുറയും. ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടും. വീട് പണി മന്ദഗതിയിലാകും. വായ്പാ തിരിച്ചടവിൽ പ്രശ്നങ്ങൾ നേരിടും. ദമ്പതിമാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയ്ക്ക് സാധ്യതയുണ്ട്. വാഹനം ഉപയോഗിക്കുമ്പോൾ സൂക്ഷ്മത വേണം. വ്യാഴം വെള്ളി ദിവസങ്ങളിൽ കൂടുതൽ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രസന്നത വീണ്ടെടുക്കും. പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ലക്ഷ്യം മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങളിൽ ഒട്ടൊക്കെ വിജയിക്കാൻ കഴിയുന്നതാണ്. അധികാര സ്ഥാനങ്ങളിലെ ഉന്നതരുമായുള്ള ബന്ധം ഗുണം ചെയ്യും. ഉദ്യോഗസ്ഥർക്ക് സഹപ്രവർത്തകരുടെ പൂർണ്ണ പിന്തുണയും സഹകരണവും ലഭിക്കുന്നതാണ്. കർമ്മസ്ഥാനത്ത് രാഹുവും ചൊവ്വായും തുടരുന്നതിനാൽ കച്ചവടക്കാർക്ക് ഉൽപ്പന്നങ്ങൾ വേണ്ട രീതിയിൽ വിറ്റഴിക്കാൻ കഴിഞ്ഞില്ല എന്നുവരും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ദൃശ്യമാകും. ദൂരദിക്കിലേക്ക് പോയി ആഗ്രഹിച്ച കോഴ്സുകളിൽ ചേർന്ന് പഠിക്കുക എന്നതിനും സാധ്യത കാണുന്നുണ്ട്. മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. തിങ്കൾ വ്യാഴം വെള്ളി ദിവസങ്ങൾ കൂടുതൽ അനുകൂലമായിരിക്കും. പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആഴ്ച മികച്ച നേട്ടങ്ങളോടെ ആയിരിക്കും. മുൻപ് ശ്രമിച്ച് പരാജയപ്പെട്ട പലതും ഇപ്പോൾ നേടിയെടുക്കാനാവും. പ്രവൃത്തിയിൽ ദിശാബോധവും ആത്മാർത്ഥതയും ഉണ്ടാകണം. ബന്ധുക്കൾ വിരോധം മറന്ന് സംരംഭങ്ങളിൽ സഹകരിക്കും. എല്ലാ കാര്യങ്ങളിലും പിതാവ് തൻ്റെ അനുഭവ സമ്പത്ത് പകർന്നു നൽകുന്നതാണ്. ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളുടെ പ്രീതി സമ്പാദിക്കാൻ കഴിയും. സസ്പെൻഷനിൽ കഴിയുന്നവർക്ക് ജോലിയിൽ പുനഃപ്രവേശനത്തിന് വഴിയൊരുങ്ങും. സാമ്പത്തിക കാര്യത്തിൽ ആശങ്കയ്ക്ക് വഴിയില്ല. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കഴിവും കാര്യനിർവഹണശേഷിയും അഭിനന്ദിക്കപ്പെടും. പാരമ്പര്യ തൊഴിലുകൾ ചെയ്യുന്നവർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. പൊതുപ്രവർത്തകർക്ക് അനുയായികളുടെ പിന്തുണ കൂടുന്നതാണ്. ഉദ്യോഗസ്ഥർക്ക് ഏറ്റെടുക്കുന്ന ദൗത്യങ്ങളിൽ വിജയിക്കാൻ കഴിയുന്നതാണ്. വിദേശത്ത് തൊഴിൽ പ്രശ്നങ്ങൾ മൂലം സമ്മർദ്ദത്തിൽ കഴിയുന്നവർക്ക് അനുകൂലമായ സാഹചര്യം വന്നുചേരും. പ്രണയികൾക്ക് ആഹ്ലാദിക്കാൻ അവസരങ്ങളുണ്ടാകും. ഞായർ തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ മേന്മ കുറഞ്ഞേക്കാം. വിദ്യാർത്ഥികൾക്കും പല നിലയ്ക്കും പ്രോത്സാഹജനകമായ വാരമാണ്. മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ നന്നായി നിർവഹിക്കാൻ കഴിയും. വ്യക്തിപരമോ ഔദ്യോഗികമോ ആയി ഉണ്ടാകാവുന്ന യാത്രകൾ ക്ലേശകരമായിരിക്കും. പഴയ കടബാധ്യതകൾ പുതിയ ചില തർക്കങ്ങൾക്ക് കാരണമായേക്കും. വിനോദത്തിനും സുഹൃത്ത് സംഗമത്തിനും സമയം കണ്ടെത്തും. ചെലവുകൾ നിയന്ത്രണാതീതമാകും. ആശയങ്ങളുടെ ആവിഷ്കാരത്തിൽ വിജയം വരിക്കും. സഹപ്രവർത്തകരുടെ നിസ്സഹകരണം മനോവിഷമത്തിന് കാരണമാകും. കുടുംബജീവിതത്തിൽ സമാധാനം കുറയും. രണ്ടാം ഭാവത്തിലെ കേതുവിൻ്റെ സഞ്ചാരം വാഗ്ദോഷത്തിന് കാരണമാകും. സാമൂഹ്യ മാധ്യമങ്ങളിലെ അഭിപ്രായ പ്രകടനങ്ങളിൽ ശ്രദ്ധ വേണം. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രനാഥനായ ശുക്രൻ്റെ മൗഢ്യം കുറച്ചൊക്കെ ബാധിച്ചേക്കാം. സാധാരണയായി ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചൊക്കെ ഭംഗിയായി നടന്നു കിട്ടുന്നതാണ്. പുതിയ സംരംഭകർക്ക് പുരോഗതിയുടെ കാലമാണ്. അനുബന്ധ വരുമാനങ്ങളും തുണയാകും. കുടുംബത്തിലെ ഐക്യം ഇല്ലായ്മ കുറച്ചൊക്കെ പരിഹരിക്കാൻ കഴിയും. കലാപരമായ പ്രവർത്തനങ്ങൾക്ക് അവസരം കുറയും. കഴിവുകളെ കഴിവുകേടുകളായി വ്യാഖ്യാനിക്കപ്പെടും.
ചൊവ്വ, ബുധൻ, ശനി എന്നീ ദിവസങ്ങൾക്ക് മേന്മ കുറയുന്നതായി തോന്നും. ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചില മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്ന വാരമാണ്. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തന മികവ് തെളിയിക്കാനാകും. സ്വതന്ത്രമായ മേഖലയിൽ ദിശാബോധത്തോടെ പ്രവർത്തിക്കാനാകും. എതിർപ്പുകളെ അവഗണിച്ച് മുന്നേറാനാകും. സ്വന്തം കാഴ്ചപ്പാടുകളിൽ നിന്നും വ്യതിചലിക്കില്ല. കുടുംബത്തോട് കരുതലുണ്ടാകും. തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ കാര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടും. വരുമാനത്തിൽ വർധനവ് ഉണ്ടാകും. വിദ്യാർത്ഥികൾ ഭാവി സാധ്യതകൾ ഉള്ള പുതിയ വിഷയങ്ങൾ പഠിക്കാൻ താൽപ്പര്യം കാണിക്കും. അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രതീക്ഷകളിൽ നിരാശപ്പെടേണ്ടി വരില്ല. ന്യായമായ ആഗ്രഹങ്ങൾക്ക് തടസ്സം ഉണ്ടാവില്ല. ബിസിനസ്സിൽ പരിഷ്കാരങ്ങൾ വരുത്തുവാൻ താൽപ്പര്യം ഉണ്ടാകും. തൊഴിൽ മേഖലയിൽ ശോഭിക്കാൻ കഴിയും. ഇഷ്ടപ്പെട്ട വ്യക്തികളെ കാണുവാനും അവരോടൊപ്പം സല്ലപിക്കുവാനും അവസരം ലഭിക്കും. സ്വന്തം അഭിപ്രായത്തിൽ നിന്ന് വ്യതിചലിക്കാൻ കൂട്ടാക്കത്തില്ല. 7-ാം ഭാവത്തിൽ ചൊവ്വയും രാഹുവും സഞ്ചരിക്കുന്നതിനാൽ ദാമ്പത്യ ജീവിതം അപസ്വരങ്ങൾ നിറഞ്ഞതാകും. ഒരു സമാധാനക്കേട് അനുഭവപ്പെടും. കൂടുതൽ യാത്രകൾ വേണ്ടിവരും. രോഗികൾക്ക് ചികിത്സയിൽ ഫലം കണ്ടു തുടങ്ങും. ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സ്വന്തം അധ്വാനം കൊണ്ട് നേട്ടങ്ങൾ സ്വന്തമാക്കാൻ കഴിയും. സ്വതന്ത്രമായ ചിന്തയിൽ സ്വയം ആഹ്ലാദിക്കും. നേട്ടങ്ങൾക്ക് പിന്നിലെ കഴിവുകൾ ഓർത്ത് സന്തോഷിക്കും. വിരോധം വെച്ചു പുലർത്തുന്നവരുടെ എണ്ണം കൂടുന്നതാണ്. എന്നാൽ അവരുടെ പ്രവർത്തനങ്ങൾ അവഗണിക്കും. പല കാര്യങ്ങളിലും പ്രതീക്ഷിച്ച പോലെ തന്നെ ആദായം വർദ്ധിക്കും. പണയവസ്തുക്കൾ തിരിച്ചെടുക്കുവാൻ കഴിയുന്നതാണ്. തുലാക്കൂറുകാർക്ക് ഭൂമി സംബന്ധിച്ച വ്യവഹാരങ്ങളിൽ വിജയമുണ്ടാകും. ബിസിനസ് യാത്രകൾ നേട്ടങ്ങളിൽ കലാശിക്കും. സഹോദര ഗുണം പ്രതീക്ഷിക്കാം. ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗുണാനുഭവങ്ങൾക്ക് കുറവ് സംഭവിക്കില്ല. വ്യക്തിത്വവും പക്വതയും പ്രശംസിക്കപ്പെടും. ചെയ്യുന്ന തൊഴിൽ ചെറുതോ വലുതോ ആയാലും കൂടുതൽ ആദായം വന്നെത്തുന്നതാണ്. വസ്തു സംബന്ധിച്ചുള്ള തർക്കങ്ങളിൽ അനുരഞ്ജന ശ്രമങ്ങൾ വിജയിക്കുന്നതാണ്. വാഗ്ദാനങ്ങൾ പാലിക്കാൻ കഴിഞ്ഞേക്കും. ആത്മാർത്ഥതയ്ക്ക് അംഗീകാരം ലഭിക്കും. വിദ്യാർത്ഥികൾ വ്യത്യസ്ത കോഴ്സുകളിൽ ചേരാൻ താൽപ്പര്യം കാണിക്കും. അത്യാവശ്യ ചെലവുകൾ ലോഭമില്ലാതെ നിർവഹിക്കും. കിട്ടാക്കടങ്ങൾ കൈവശമെത്താൻ വഴി തെളിയുന്നതാണ്. വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് എല്ലാ രംഗത്തും ആത്മവിശ്വാസം ദൃശ്യമാകും. തൊഴിലിൽ മുന്നേറാൻ കിണഞ്ഞു പരിശ്രമിക്കും. പുതുതലമുറയ്ക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ നൽകും. സർക്കാർ കാര്യങ്ങളിൽ വിജയം ഭാഗികമായിരിക്കും. വൻതോതിലുള്ള മുതൽ മുടക്കുകൾക്ക് കാലം അനുകൂലമല്ല. സന്താനങ്ങളുടെ വിജയം സന്തോഷം പകരും. വൈവിധ്യമുള്ള കർമ്മങ്ങളിൽ ആഭിമുഖ്യം വർദ്ധിക്കും. ആധികാരികമായ അറിവ് സമൂഹത്തിൻ്റെ സ്വീകാര്യതയ്ക്കും ബഹുമാന്യതയ്ക്കും കാരണമാകുന്നതാണ്. വാരാന്ത്യത്തിൽ ചെലവ് അല്പം വർദ്ധിച്ചേക്കും. യാത്രകൾ അനിവാര്യമാകും. അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തൊഴിൽ മേഖലയിൽ ക്രിയാത്മകമായ മുന്നേറ്റം നടത്താൻ കഴിയും. കാര്യതടസ്സം ഉണ്ടായാൽ മറുവഴിയിലൂടെ അതിനെ മറികടക്കും. വ്യവഹാരത്തിൽ ഉചിതമായ നിയമോപദേശം തേടും. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമാകും. ബന്ധുജനങ്ങളുമായി ഇടപെടലുകൾ വിജയകരമാകും. തൊഴിൽ മേഖലയിൽ നേട്ടങ്ങളുണ്ടാകും. കച്ചവടക്കാർക്ക് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിലെ വൈഭവം നേട്ടം ഉണ്ടാക്കും. ഊഹക്കച്ചവടത്തിലും ലോട്ടറി പോലുള്ള ഭാഗ്യപരീക്ഷണങ്ങളിലും അനുകൂലത ദൃശ്യമാകും. മാനസികം ശാരീരികമായ ആരോഗ്യം തൃപ്തികരമായിരിക്കും. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഉദ്യോഗസ്ഥർക്ക് ഏറെ അനുകൂലമായ കാലമാണ്. വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നവർക്ക് അത് തുടരാൻ കഴിയുന്നതാണ്. പുതിയ ചുമതലകൾ ഏറ്റെടുക്കേണ്ടതായും വന്നേക്കാം. സംഘടനാ രംഗത്ത് സമുന്നത സാന്നിധ്യമാകും. പുതിയ വിഷയങ്ങൾ പഠിച്ചറിയാൻ താൽപ്പര്യം തോന്നും. ചെറുയാത്രകൾ ആഹ്ലാദകരമാകും. ആശയങ്ങൾ ആവിഷ്കരിക്കുന്നതിൽ വിജയിക്കും. സാമ്പത്തിക രംഗത്തെക്കുറിച്ച് നന്നായി മനസ്സിലാക്കാൻ കഴിയും. ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും ലാഭം പ്രതീക്ഷിക്കാം.
കുടുംബാംഗങ്ങളെ പങ്കാളിയാക്കി പുതിയ ബിസിനസ്സിനെക്കുറിച്ച് ആലോചിക്കും. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ അനിവാര്യമാണ്. മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുടുംബത്തിൽ അസ്വസ്ഥതകൾ അനുഭവപ്പെടും. ഒരു കരുതൽ ആവശ്യമാണ്. പല ഘട്ടത്തിലും മൗനം അനിവാര്യമായി വരും. അല്ലെങ്കിൽ വാക്കുകളോ പ്രവൃത്തികളോ തെറ്റിദ്ധരിക്കപ്പെടാം. ധനപരമായി ശരാശരി കാലമാണ്. വരവിനനുസരിച്ച് ചെലവും പ്രതീക്ഷിക്കാം. അധ്വാന ഭാരവും വർദ്ധിക്കും. ബുധനാഴ്ചയ്ക്ക് ശേഷം കുറച്ചൊക്കെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. ഔദ്യോഗിക രംഗത്ത് കാര്യങ്ങൾ ആശ്വാസകരമാകും. മാനസിക സമ്മർദ്ദത്തിന് അയവുണ്ടാകും. സഹജമായിട്ടുള്ള കഴിവുകൾ പ്രയോജനപ്പെടുത്താൻ അവസരം ലഭിക്കും. പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യങ്ങൾ പ്രായോഗികമായി ചിന്തിച്ച് തീരുമാനമെടുക്കും. തൊഴിൽ മേഖലയിൽ പല ദൗത്യങ്ങളും ദുർഘടമായിരിക്കും. ഒപ്പമുള്ളവരുടെ സഹകരണം കുറഞ്ഞു എന്നു വരാം. എങ്കിലും കാര്യനിർവഹണം സാധ്യമാകും. തൊഴിൽ മേഖലയിൽ ഉള്ളവർക്ക് തരക്കേടില്ലാത്ത വരുമാനം പ്രതീക്ഷിക്കാം. സ്വയം തൊഴിൽ മേഖലയിൽ ഉള്ളവർക്ക് തരക്കേടില്ലാത്ത വരുമാനം പ്രതീക്ഷിക്കാം. കമ്മീഷൻ വ്യാപാരികൾക്കും അവസരം ഗുണകരമാണ്. വാരം പകുതിയാകുമ്പോൾ അലച്ചിൽ അനുഭവപ്പെട്ടേക്കാം. ശരീരക്ലേശത്തിനും സാധ്യതയുണ്ട്. പരിചിതമല്ലാത്ത കാര്യങ്ങളിലെ അഭിപ്രായ പ്രകടനം ദോഷം ചെയ്തേക്കും. മംഗളകർമ്മങ്ങളിലും പങ്കെടുക്കുന്നതാണ്. ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സാധാരണ ചെയ്തു വരുന്നതായ കാര്യങ്ങളിൽ തടസ്സം ഉണ്ടാകില്ല. ചെറു സംരംഭങ്ങളിൽ നിന്നുമുള്ള ധനാഗമം തുടർന്നുകൊണ്ടിരിക്കും. പുതിയ കാര്യങ്ങൾ പ്രാവർത്തികമാക്കുമ്പോൾ നന്നായി പഠിച്ചതിന് ശേഷം ചെയ്യുന്നതാകും ഉചിതം. സുഹൃത്തുക്കളുടെ പിന്തുണ പ്രയോജനപ്പെടുത്താൻ കഴിയും. ധനുക്കൂറുകാർക്ക് വീട്ടിൽ അപസ്വരങ്ങൾ ഉയരും. അനൈക്യം അജ്ഞാത കാരണങ്ങൾ കൊണ്ടായിരിക്കും. വാഹനങ്ങളുടെ ഉപയോഗത്തിൽ ജാഗ്രത വേണം. വസ്തുവ്യാപാരത്തിൽ തടസ്സങ്ങൾ അനുഭവപ്പെടാം. ആത്മീയ കാര്യങ്ങൾക്ക് കൂടുതൽ സമയം ചെലവഴിക്കും. തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രവർത്തനങ്ങൾക്ക് സദ്ഭാവനയും സദുദ്ദേശവും മികവുണ്ടാക്കും. ചില സുഹൃത്തുക്കളുടെ സൽപ്രേരണകൾ ഗുണം ചെയ്യും. അറിവും കർമ്മഗുണവും ഒത്തുചേരും. പുതിയ കാര്യങ്ങൾക്ക് തുടക്കമിടാൻ സാഹചര്യം അനുകൂലമല്ല. ചില നല്ല കാര്യങ്ങൾക്കായി കുടുംബത്തോടൊപ്പമുള്ള യാത്ര ഉണ്ടാകും. ബന്ധുക്കളുമായുള്ള ഒത്തുചേരൽ സന്തോഷം പകരും. കലാകാരന്മാർക്ക് അവസരം ലഭിക്കും. ചെലവ് ഉയർന്നേക്കാം. കടബാധ്യതകൾ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. വ്യാഴം വെള്ളി ദിവസങ്ങളിൽ മേന്മ കുറയുന്നതായി തോന്നും. അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾക്കും ചില തടസ്സങ്ങൾ നേരിടുന്നതാണ്. പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്നത് പോരായ്മകൾക്ക് വഴിയൊരുക്കും. സഹോദരന്മാരുമായി ഐക്യം ഉണ്ടാകില്ല. ജീവിത പങ്കാളിയുടെ തൊഴിലിൽ മെച്ചമുണ്ടാകും. ഓൺലൈൻ ബിസിനസ്സിൽ നിന്നും ലാഭം പ്രതീക്ഷിക്കാം. വിപുലീകരണത്തിനും സാധ്യത കാണുന്നുണ്ട്. സന്താനങ്ങളുടെ ഉപരിപഠനം സംബന്ധിച്ച് തീരുമാനം വൈകും. സംഘടനാ കാര്യങ്ങളിൽ അതൃപ്തി അനുഭവപ്പെടും. ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടാനുള്ള സാധ്യതയും ഉണ്ട്. അമിതവ്യയം ഉണ്ടായേക്കാം. ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങളിൽ നിന്നും വ്യതിചലിക്കില്ല. സംഘടനകളുടെ തലപ്പത്തേക്കുള്ള ക്ഷണം ലഭിക്കും. കുറച്ചൊക്കെ അലച്ചിൽ സ്വാഭാവികമായി വന്നുചേരും. കുടുംബാംഗങ്ങളുടെ നീക്കങ്ങൾ അത്ര ശരിയല്ല എന്ന് തോന്നും. അവരെ ഉപദേശിക്കാനും ശാസിക്കാനും മടിക്കില്ല. തന്മൂലം കുടുംബത്തിൽ ഒരു സ്വൈര്യക്കേട് അനുഭവപ്പെടും. മാതാവിൻ്റെ ആരോഗ്യസ്ഥിതി മെച്ചമാകും. കച്ചവട രംഗത്തുള്ളവർക്ക് ഗുണകരമായ മാറ്റം ലഭിച്ചു തുടങ്ങും. വിദ്യാർത്ഥികളുടെ തുടർ പഠനത്തിലും അനുകൂലത ദൃശ്യമാകും. തൊഴിൽ തേടുന്നവർക്ക് അവ സംബന്ധിച്ച അറിയിപ്പുകൾ ലഭിക്കും. പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സമയനിഷ്ഠ പാലിക്കാൻ കഴിയാതെ വരും. എല്ലാ കാര്യങ്ങളിലും ഒരു മന്ദഗതി കാണപ്പെടും. തൊഴിൽ മേഖലയിലെ കൂടിയ പദവികൾ വെച്ചൊഴിയാൻ അമിതമായി ആഗ്രഹിക്കും. ഏറ്റെടുക്കാൻ ആളെ കിട്ടിയെന്ന് വരില്ല. സ്വയം തൊഴിൽ മേഖലയിലുള്ളവർക്ക് ആദായത്തിൽ വലിയ മാറ്റം കാണില്ല. ശരാശരിയായി തുടരും. പണയ ബാധ്യതകൾ തലവേദനയാകും. അവിവാഹിതരുടെ വിവാഹ തീരുമാനം നീണ്ടുപോകും. കുടുംബത്തിൻ്റെ പിന്തുണ ആത്മവിശ്വാസം പകരും. ചിലർക്ക് സന്താനങ്ങളുടെ വീട്ടിൽ പോയി താമസിക്കേണ്ടതായും വന്നേക്കാം.
ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചൊവ്വ ഉത്രട്ടാതി നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുന്നതിനാൽ ആഴ്ചയുടെ ആദ്യഭാഗം ക്ലേശകരമായേക്കാം. സാഹസിക കർമ്മങ്ങൾക്ക് സമയം അനുകൂലമല്ല. ആഴ്ചയുടെ രണ്ടാം പകുതിയോടെ സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഫലവത്താകുന്നതാണ്. ചെറുകിട സംരംഭകർക്ക് ലാഭം വർദ്ധിക്കും. കരാർ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കരാറുകൾ പുതുക്കി ലഭിക്കും. സുഹൃത്തിൻ്റെ കുടുംബത്തിലെ മംഗളകർമ്മങ്ങളിൽ സജീവ സാന്നിധ്യമാകും. സംഭാഷണത്തിലെ പാണ്ഡിത്യം ശ്രദ്ധിക്കപ്പെടും. വിദ്യാർത്ഥികൾ തുടർ പഠന കാര്യങ്ങളിൽ ശ്രദ്ധയൂന്നും. രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് രാഹുവും ആഴ്ചയുടെ രണ്ടാം പകുതി മുതൽ ചൊവ്വയും രേവതി നക്ഷത്രത്തിൽ സഞ്ചരിക്കുകയാൽ എല്ലാ കാര്യങ്ങളിലും ഒരു കരുതൽ വേണം. തീവ്ര പരിശ്രമങ്ങൾ ഉണ്ടായാലേ കാര്യങ്ങൾ ഫലവത്താകൂ. കാര്യങ്ങൾ പിന്നീടത്തേക്ക് മാറ്റുന്ന രീതി ഗുണം ചെയ്യില്ല. ആരോഗ്യ കാര്യങ്ങളിലും ജാഗ്രത വേണം. പുതിയ സംരംഭങ്ങൾക്ക് സമയം അനുകൂലമല്ല. നിലവിലുള്ളത് ഭംഗിയായി കൊണ്ടുപോകാനായി ശ്രമിക്കേണ്ടതാണ്. സാമ്പത്തിക സ്ഥിതി മോശമാകാൻ ഇടയില്ല. വാക്കുകളിൽ ആധികാരികത നിഴലിക്കും. പിണങ്ങിയ സുഹൃത്തുക്കളെ പരസ്പരം ഇണക്കും. ഗാർഹിക കാര്യങ്ങളിൽ സംതൃപ്തി ഭാഗികമാകാം. ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്കോരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി. തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും.